ചീഫ് ജസ്റ്റിസ് പി സദാശിവം അധ്യക്ഷനായ ബെഞ്ചാണ് സർക്കാർ പരസ്യങ്ങൾക്ക് മാർഗരേഖ വേണമെന്ന വിധി പ്രസ്താവിച്ചത്. നിലവിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റിയാണ് സർക്കാർ പരസ്യങ്ങൾക്ക് മാർഗരേഖകൾ കൊണ്ടുവരുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതും. DAVPയുടെ നിലവിലുള്ള മാർഗരേഖകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പൊതുപണം ഉപയോഗിച്ച് നടത്തുന്ന അമിതമായ പരസ്യപ്രചാരണം നിയന്ത്രിക്കാൻ അപര്യാപ്തമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് പുതിയ മാർഗരേഖകൾ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭോപ്പാൽ ജുഡീഷ്യൽ അക്കാദമി ഡയറക്ടർ NR മാധവൻ, മുൻ നിയമ സെക്രട്ടറി AK വിശ്വനാഥൻ, സീനിയർ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെയും കോടതി ഇതിനായി നിയോഗിച്ചു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫീസർക്കാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല. കോമൺ കോസ് എന്ന സന്നദ്ധ സംഘടന നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതിന് സർക്കാർ പണം ഉപയോഗിച്ച് പരസ്യപ്രചാരണം നടത്തുന്നത് തടയണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് പരസ്യമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ അനിയന്ത്രിതമായ രീതിയിൽ സർക്കാർ പണം ഉപയോഗിച്ച് പാർട്ടികൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരസ്യപ്രചാരണം നടത്തുന്നുണ്ടെന്ന വാദം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. മീഡിയ